നിങ്ങൾ തിരിഞ്ഞു വന്നു, തിരിഞ്ഞു വന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. കിച്ചുവിനോട് ഒന്ന് വിളിക്കണേ. ഇപ്പഴേ ഡോറ് പൊളിച്ചോണ്ട് പോലെ എനിക്ക് നന്നാക്കാൻ പറ്റില്ല. ചേട്ടാ ഒരു മിനിറ്റ് വണ്ടി എടുത്ത് ഡോറ് മറ്റേ ജഗതിച്ചേട്ടൻ പോകുന്ന പോലെ ആക്കരുത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ രേണു ചേച്ചിയുടെ ആദ്യത്തെ വാഹനം ചെത്തിമറ്റം കാസിന്ന് ചേച്ചിക്ക് ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി തുടർന്ന് ഞങ്ങൾക്കും ഉണ്ടാവണം, ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. മുന്നോട്ടുള്ള വണ്ടികളും ചേച്ചി നമ്മുടെ അടുത്ത് തന്നെ വരും എന്നുള്ള ഉറപ്പോട് കൂടി ചേച്ചിക്ക് ഐശ്വര്യം രേണു വാങ്ങിച്ചു കൊടുക്കുക. രേണു വാങ്ങിച്ച് കിച്ചുവിന് കൊടുക്കുക. കിച്ചുവിനോട് കിച്ചു ആ സൈഡ് ഒരു മിനിറ്റ്, ആ സൈഡ് അവിടെ വന്നു, ഇവിടെ വന്നു. രേണു അല്ല കിച്ചു, അമ്മ കീ തന്നത് ആദ്യമായിട്ട് രേണു കിച്ചുവിന്റെ കയ്യിലാ തന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. കാറൊക്കെ എടുത്തില്ലേ, ഹാപ്പി അല്ലേ? എന്തുകൊണ്ടാ കിച്ചുവിന്റെ കയ്യിൽ തന്നെ ആ കീ കൊടുക്കണമെന്ന് തോന്നിയിരുന്നു? മൂത്തവനല്ലേ, ഇളയവനൊന്നും അറിയില്ലല്ലോ. രണ്ടുപേരുടെയും കൊടുക്കാൻ പക്ഷെ ആ കുഞ്ഞിനൊന്നും അറിയാം. അപ്പൊ കിച്ചുവല്ലേ മൂത്ത മോൻ. അതെ, സൂചേട്ടൻ കഴിഞ്ഞ പിന്നെ കിച്ചുവല്ലേ ഞങ്ങക്ക് കുടുംബത്തിലല്ലേ. അതെ, അതുകൊണ്ട് അവന് കൊടുത്തു. അവനല്ലേ ഞങ്ങളുടെ കുടുംബനാഥൻ ഇപ്പോഴത്തെ. അവന് കൊടുത്തു. കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു കാർ സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ സന്തോഷം. ഈ വണ്ടി തന്നെയാണ് മേടിക്കുന്നത്. പിള്ളേർക്കതാ ഇഷ്ടം. കുറ്റം പറഞ്ഞവര് കാണുമല്ലോ, കാരണം അവർക്ക് പുതിയ കുറ്റം കണ്ടുപിടിക്കണ്ടേ. അതിനവര് കാണുമല്ലോ, കാണണമെന്ന് ആഗ്രഹിച്ചു എന്തൊക്കെ വരുമോ ആവോ. അതിന്റെ അടി കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. BMW ഒന്നും അല്ലല്ലോ, ഒന്നും അല്ല. BMW അല്ല, ഞങ്ങൾ സാധാരണക്കാരെ. ഞങ്ങൾക്ക് ഈ കാറേ നമുക്ക് സന്തോഷത്തോടു കൂടിയാണ് വാങ്ങിച്ചത്. BMW ഒന്നിപ്പം വലിയ കാശില്ല. സന്തോഷം. ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലൂവോ അല്ലെങ്കിൽ റെഡോ ഓർത്തത്. അപ്പം ബ്ലൂ തന്നെ, നല്ല നേവി ബ്ലൂ. നേവി ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത്. അടുത്ത ഇനി കാറാണോ പ്ലെയിൻ ആണോ എന്നൊക്കെ പിന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്കതൊന്നും അറിയത്തില്ല. മൈലേജ് പോയിട്ട് ഇല്ല, ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സൂചേട്ടൻ അങ്ങനെ മരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ഞാൻ പഠിക്കത്തില്ല, പേടിയാ. എന്റെ മൈൻഡ് എനിക്കല്ലേ അറിയത്തുള്ളൂ, എന്റെ മൈൻഡ് നിനക്കും. അപ്പൊ എന്റെ മൈൻഡ് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് തന്നെ ബിഗ് ബോസിന് ഞാൻ ഇറങ്ങി, അത് എന്റെ മൈൻഡ് സെറ്റ് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. അപ്പൊ നമ്മൾ ചോദിക്കും നിങ്ങൾ എന്താ അവിടെ നിൽക്കാതെ. ആ പറയുന്നവരവിടെ നിൽക്കുന്നേ, അവർക്ക് നിൽക്കായിരിക്കും. പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങി. നമ്മളെല്ലാവർക്കും ഓരോരോ വ്യക്തിത്വമുണ്ട്, അവരുടെ മനസ്സിന് ഓരോരോ മൈൻഡ് സെറ്റ് ഉണ്ട് അല്ലേ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ ഒരിക്കലും ഒരിക്കലും ഞാൻ വീട്ടിൽ മൂലയെ കുത്തിയിരുന്നേനെ, അല്ലെങ്കിൽ എല്ലാ കടയിൽ പോയി ജോലി ചെയ്തേനെ. അന്തസ്സാണ്, അന്തസ്സല്ല, നല്ല കടയിൽ പോയി ജോലി ചെയ്യുന്ന അന്തസ്സുള്ള കാര്യം തന്നെയാണ്. ഞാൻ കുറേ തിരക്കിയതാണ് എനിക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവരാണ് പറഞ്ഞത് സൂചിച്ചാണ്ട വൈഫിനെ എങ്ങനെയാ കടയിൽ നിർത്തുന്നത്, അങ്ങനെ എങ്ങനെയാണെന്ന്. അവരാണ് എനിക്ക് ജോലി തരായിരുന്നത്. ഞാൻ ഒരുപാട് ലേഡീസ് സ്റ്റോറിലൊക്കെ പോയി നീ ചോദിച്ചിട്ടുണ്ട്, ബേക്കറി വരെ ചോദിച്ചിട്ടുണ്ട് ജോലി തരാമെന്ന്. കാരണം ഞാൻ അങ്ങനെയാണ്. എല്ലാ ജോലിക്കും ഓരോ അന്തസ്സുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി ആൽബം ആണെങ്കിലും എല്ലാം അന്തസ്സായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം തീരുമാനത്തിന് തന്നെയാണ് വാല്യൂ എന്നുള്ളത് തെളിയിച്ചു. സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ആറേ തീരുമാനത്തിൽ ഞാൻ എന്താ പറയാ വില കൽപ്പിക്കത്തില്ല. എനിക്ക് എന്റേതായിട്ടുള്ള തീരുമാനമുണ്ട് മുന്നോട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം. അതല്ലേ വേണ്ടത്. മറ്റുള്ളവരുടെ തീരുമാനത്തിന് നിന്ന് കഴിഞ്ഞാൽ